അബ്ദുൽ നാസർ മഅദനിയോടുള്ള വിരോധമല്ല, ഈ തൊപ്പിയോടുള്ള വിരോധമാണ്, ഈ ദാടിയോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തോടുള്ള വിരോധമാണ്, ഞാൻ നെഞ്ചോടെടുക്കുന്ന വിശുദ്ധ ഖുർആനോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള വിരോധമാണ്, എന്റെ ഇസ്ലാമിക സ്വത്വബോധത്തോടുള്ള വിരോധമാണ്, ഞാനൊരു ഉറച്ച മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടുള്ള വിരോധമാണ്. അത് മനസ്സിലാക്കാൻ ഇന്നും സമുദായത്തിലെ ചിലർക്ക് മനസ്സിലായിട്ടില്ല, അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രം. ഇത് മഅദനി എന്ന് പറയുന്ന ഒരുത്തനോടുള്ള വിരോധമാണോ? ആണെങ്കിൽ തീരാൻ സമയായില്ലേ? 9.5 കൊല്ലം ഇട്ട് പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് കാല് ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? കാല് ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? മഅദനിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരാളുടെ ഒരു രോമമെങ്കിലും നശിപ്പിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഈ മുറിക്കപ്പെട്ട കാലുമായിട്ട് ഞാൻ 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തില് കൊല്ലത്ത് സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത്? എന്നെ ഈ വീൽ ചെയറിൽ ഒരു ജീവച്ഛവം പോലെ ഉരുട്ടിക്കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ, എന്നെ ബോംബെറിഞ്ഞ RSS-കാരൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അതിലെ 1-ാം പ്രതി എന്റെ അടുക്കൽ അൻവാർശ്ശേരിയിൽ വന്ന് ഈ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് ഞാൻ മുസ്ലിം ആയിക്കോളാമെന്ന് പറഞ്ഞവനാണ് 1-ാം പ്രതി. ആ 1-ാം പ്രതി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കോടതിക്ക് മുന്നിൽ എന്താ എഴുതി കൊടുത്തത്? എന്റെ നഷ്ടപ്പെട്ടു പോയ വലത് കാലിന് പകരം 17 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട കാല് ആരെങ്കിലും കുറച്ചു നാൾ ജയിലിലടച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരം ഒന്നും ആവൂല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരമാകാൻ ഒന്നിനും കഴിയാത്തത് കൊണ്ട് ജയിൽ ജീവിതത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചതാ. ഒരു നിമിഷത്തിൽ എന്നോട് ദേഷ്യം തോന്നി എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും മാപ്പ് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ ജില്ലാ സെഷൻസ് അഡീഷണൽ ജഡ്ജി വാസവൻ എന്റെ മുഖത്തേക്ക് കുറെ നേരം ഇങ്ങനെ തുറിച്ചു നോക്കിയിരുന്നിട്ട്, കോടതിയാണോ മാപ്പ് കൊടുക്കേണ്ടത്, ദൈവം തമ്പുരാനല്ലേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ സാക്ഷി പറയാൻ വിളിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാക്ക് പാലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നെങ്കിൽ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത അതേ ദിവസമാ മക്കളെ എന്റെ കാല് ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുകയും ഞാൻ സാക്ഷി പറയുകയും ചെയ്യാതിരുന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. എന്നിട്ട് ഞാൻ ഭീകരവാദിയാകുന്നു, ഞാൻ തീവ്രവാദിയാകുന്നു, ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ന ആളുകളാണെന്ന് ലിബർഹാൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ട് അവർ തീവ്രവാദികളാകുന്നില്ല, അവർ ഭീകരവാദികളാകുന്നില്ല. ബോംബെയിൽ, ഗുജറാത്തില്, ജംഷഡ്പൂരിൽ, ഗോഹട്ടിയിൽ, വാരാണസിയില്, അയോധ്യയില്, അലിഗറില്, അഹമ്മദാബാദില്, ഭഗൽപൂരില്, ഗുജറാത്തിലെ ആയിരക്കണക്കിന് നിരപരാധികളെ ചുട്ടുകൊന്നവരെ തീവ്രവാദികളാകുന്നില്ല, ഭീകരവാദികളാവുന്നില്ല. അബ്ദുൽ നാസർ മഅദനി സ്വന്തം കാല് ബോംബ് വെച്ചവന് കോടതിയിൽ പോയി മാപ്പ് കൊടുത്ത മഅദനി മാത്രം എങ്ങനെയാ ഭീകരവാദിയാകുന്നത്? എന്റെ പാവപ്പെട്ട ഭാര്യ അന്യപുരുഷന്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ ജയിലിൽ പോയതിന്റെ പേരിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന വീട്ടമ്മയായ എന്റെ ഭാര്യ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാരം കളാക്കാത്ത, ഒരു നോമ്പ് കളാക്കാത്ത, ഒരു സുന്നത്ത് നോമ്പ് വിടാത്ത, ഒരു ദിവസം പോലെ ദിക്റും സ്വലാത്തും ഉപേക്ഷിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ തീവ്രവാദിയാകുന്നു. പർദ്ദയിട്ടുകൊണ്ട് ജയിലിലേക്ക് അവർ ആനയിക്കപ്പെടുന്നു. അവർ പലരാലും ആക്ഷേപിക്കപ്പെടുന്നു, നികൃഷ്ടമായ ഭാഷയിൽ വിമർശിക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട സമുദായം ചിന്തിക്കണം. നാളെ മഅദനി മരിച്ചു പോവും. പിന്നെ ഇവരൊക്കെ കുറെ മുസ്ലിങ്ങളെ കയ്യിലെടുത്ത് വെച്ച് വാഴ്ത്തുമെന്നും മൗലൂദോതുമെന്നും ആരും കരുതണ്ട. മഅദനി മരിച്ചാലും മഅദനിയുടെ ഭാര്യ മരിച്ചാലും ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സമുദായത്തിന്റെ ഏതെങ്കിലും, ഈ സമുദായത്തിലെ പേരുള്ള ഒരു മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാൽ അവനെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ പുറകിൽ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടിരിക്കുന്നത് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഖുർആന്റെ വചനങ്ങൾ പുറകെ എഴുതിയിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് തീവ്രവാദികൾ എന്ന് പറയുന്നവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ? എന്തുകൊണ്ടാണ് അങ്ങ് ജാമിയ നഗറിൽ 2-3 നിരപരാധികളായ +2 പഠിച്ച ചെറുപ്പക്കാരെ പിടിച്ച് അവർ കലാപം നടത്തിയെന്നും അവർ അക്രമം നടത്തിയെന്നും പോലീസിനെ വെടിവെച്ച് കൊന്നെന്നും ഒക്കെ പറഞ്ഞ് അവർക്കെതിരെ കുറ്റമാരോപിച്ചു കൊണ്ടുവന്നപ്പോൾ അവരുടെ തലയിൽ എന്തുകൊണ്ടാ മഹാനായ മക്ക ഇമാമും മദീന ഇമാമും ഇടുന്ന ഷാള്, ഡൽഹി ഇമാം ഇടുന്ന ഷാള്, പാളയംപള്ളിയിലെ ഇമാം ഇടുന്ന ഷാള്, യാത്രാരാപത്ത് ഉപയോഗിച്ച ഷാള്, ആ ഷാള് തലയിൽ ിട്ടുകൊണ്ട് അവരുടെ ഫോട്ടോ എന്തുകൊണ്ടാ പ്രദർശിപ്പിച്ചത്? ഇവിടെ അബ്ദുൽ നാസർ മഅദനിയോ സൂഫിയ മഅദനിയോ ആണോ പ്രശ്നം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുര കത്തുന്നതിനിടയിൽ വാഴ വെട്ടാൻ നടക്കുന്നവന്മാർ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
എന്തൊക്കെയാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ഞാനിത് പറയുന്നത് ഇത് എന്നോട് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അടുത്ത നിമിഷം മരിക്കാം, എന്റെ ഭാര്യ അടുത്ത നിമിഷം മരിക്കാം. പക്ഷെ മരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചത് കൊണ്ട് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒക്കെ അവസാനിക്കുമെങ്കിൽ അതോടുകൂടി ഇതൊക്കെ നിൽക്കുമല്ലോ. നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിൽക്കുമെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിൽക്കുമെന്ന്? ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താ? ഇപ്പൊ അടുത്ത ദിവസം കുറെ പേരുകൾ കേട്ട്, എന്താ പേര് പത്രത്തിൽ വന്ന്? ഹെഡ്ലിയോ എന്താണ്? ഡേവിഡ് ഹെഡ്ലി എന്ന് പറയുന്നവൻ ആരാന്നാ പറയുന്നത്? ഡേവിഡ് ഹെഡ്ലിയെ കുറിച്ച് എന്താ പറയുന്നത്? അയാൾ അഫ്ഗാന്റെ ചാരനാണെന്നല്ല, അയാൾ പാകിസ്ഥാന്റെ ചാരനാണെന്നല്ല, അയാൾ ഇറാന്റെ ചാരനാണെന്നല്ല, അയാൾ ഇറാഖിന്റെ ചാരനാണെന്നല്ല. ഡേവിഡ് ഹെഡ്ലി അമേരിക്കയുടെ ചാരനാണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരാ നടത്തുന്നത്? ആരാ സ്പോൺസർ ചെയ്യുന്നത്? ഇതേപ്പറ്റി ഗൗരവമായി ചിന്തിക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായം തയ്യാറാകണം. ഡേവിഡ് ഹെഡ്ലി അബ്ദുൽ നാസർ മഅ്ദനിയുടെ സൃഷ്ടിയാണോ? ഡേവിഡ് ഹെഡ്ലി അൻവാർ ഷരീഫിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണോ? ഡേവിഡ് ഹെഡ്ലി മഅ്ദനി ജയിലിൽ വെച്ച് മതം മാറ്റിയ ആളാണോ? ആരാ ഡേവിഡ് ഹെഡ്ലി? അയാളെ കുറിച്ച് പറയുന്നത് അയാൾ അമേരിക്കൻ ചാരനാണെന്നാ പുറത്തു വന്നിരിക്കുന്നത്. അയാളുമായിട്ട് ഇപ്പൊ പുറത്തു വന്ന് കാണിക്കുന്ന SSLC പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു നരന്തി ചെറുപ്പക്കാരൻ, എന്താ തടിയന്റെ നസീർ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ലോക ഭീകരനുണ്ടല്ലോ, ഈ ലോക ഭീകരൻ എന്ന് പറയുന്നവൻ ഡേവിഡ് ഹെഡ്ലിയുമായിട്ട് ബന്ധപ്പെട്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേവിഡ് ഹെഡ്ലിയാണ് തടിയന്റെ നസീറിനെ തീവ്രവാദിയാക്കിയതെങ്കിൽ അമേരിക്കയുടെ ചാരനും തടിയന്റെ നസീറുമായിട്ട് എന്താ ബന്ധമെന്നാ അന്വേഷിക്കേണ്ടത്. അതിനൊക്കെ പകരം എല്ലാം കൂടെ കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി കൊണ്ടുവെക്കുക, സംഘപരിവാർ ആക്ഷേപിക്കുന്നതിനേക്കാളും മോശമായിട്ട് സമുദായത്തിൽപ്പെട്ട ചിലർ ആക്ഷേപിക്കുക, അവരങ്ങോട്ട് എഴുതിവിടുക, നാഴികയ്ക്ക് 40 വട്ടം സർവ്വ പേജുകളും നിറച്ച് എഴുതിവിടുക. ഇതൊക്കെ ശരിയാണോ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ദീർഘിപ്പിക്കുന്നില്ല ഞാൻ. പീഡനങ്ങളും വേദനകളും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വേദന സഹിച്ചു, പീഡനം സഹിച്ചു. പക്ഷേ അല്ലാഹു തആല പറയുന്നു, അതിഭീകരമായ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി വീണപ്പോൾ നാം പറഞ്ഞു യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പാവുക, നീ രക്ഷയാവുക എന്ന് പറഞ്ഞു. കത്തിയെരിയുന്ന തീജ്വാലയ്ക്കകത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കിടന്ന് വെന്തുരു കണ്ട ഇബ്രാഹിം എന്താ സംഭവിച്ചത്? ഒരു രോമത്തിന് പോലും തകരാറില്ലാതെ ആ തീജ്വാലകൾ മൊത്തം കെട്ടടങ്ങി, ആ തീ കുണ്ടങ്ങൾ മൊത്തം കെട്ടടങ്ങി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ചാമ്പലായി കാണും, ഒരു എല്ല് പോലും കിട്ടില്ല, ഒരു കഷണം എല്ല് പോലും കിട്ടില്ല, എല്ല് പോലും ചാമ്പലായി കാണുമെന്ന് കരുതിയിട്ട് പോയി മാന്തി നോക്കാൻ പോയവരുടെ മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്നതാ കാണുന്നത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തിനും സമുദായത്തിനും അത് സന്തോഷമായിരുന്നെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ത്യാഗോജ്വലമായ ജീവിതമാണ് നയിക്കേണ്ടി വന്നത്. വീണ്ടും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു, വീണ്ടും ജനങ്ങളോടൊപ്പം ജീവിക്കേണ്ടി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങളുടെ വേദനയുടെ അവസാന ദിവസമായില്ല മക്കളെ, അത് മുഹറം 10 ഗൗരവമാണ് നാം പറയുന്നത്. അടുത്തത് മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ കലീമുല്ലാഹി മൂസാ. മിണ്ടാതിരിക്കല്ലേ മക്കളെ, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനും കൂട്ടരും കൊല്ലാൻ വേണ്ടി പടയെടുത്തു വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പോവുകയാണ്. മൂസാ നബിക്ക് മുമ്പിൽ അതാ ചെങ്കടൽ വിശാലമായി മാറിക്കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ നടന്നപ്പുറത്തേക്ക് പോവുകയാണ്. ഫിർഔനും കൂട്ടരും അവിടെ നശിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ പരീക്ഷണം അതുകൊണ്ട് തീരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണ്. വീണ്ടും അദ്ദേഹം ജീവിതത്തിന്റെ ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരികയാണ്. വീണ്ടും അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരികയാണ്. മൂസാ നബിക്ക് മുഹറം 10 ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ അവസാന ദിവസമായില്ല മക്കളെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയാണ്. ആ രക്ഷപ്പെടുത്തിയത് മുഹറം 10 തന്നെയാണ്. ആ മുഹറം 10 രക്ഷപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മുഹറം 10 രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ വീണ്ടും ജീവിക്കാൻ കഴിയുകയല്ല ചെയ്തത്. വീണ്ടും പരീക്ഷണങ്ങളും വിഷമങ്ങളും അദ്ദേഹം നേരിടേണ്ടി വരികയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച മുഹറം 10 ഈസാ നബി അലൈഹിസ്സലാം നേരിടേണ്ടി വന്ന ഉജ്ജ്വലമായ ത്യാഗങ്ങൾ നമുക്കറിയുന്നതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് എല്ലാ സമുദായത്തിനും 30-ലധികം അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. 30-ലധികം ഉജ്ജ്വലമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം
വീണ്ടും അവർ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരികയാണ് ചെയ്തത്. പക്ഷേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെടുന്നത് മുഹറം 10 കർബലയോട് ബന്ധപ്പെട്ടാണ് മുഹറം 10 പ്രാധാന്യമാകുന്നത്. ആ കർബലയുടെ പ്രാധാന്യം എന്താ? സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തില് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ക്രൂരമായി വധിക്കപ്പെട്ടെന്നുള്ളത് ശരിയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം, അവിടുത്തെയുടെ മൂക്ക്, അവിടുത്തെയുടെ കണ്ണ്, അവിടുത്തെയുടെ ചെവി, അവിടുത്തെയുടെ ചുണ്ട്, അവിടുത്തെയുടെ നെറ്റിത്തടം, ഇതെല്ലാം വികൃതമാക്കപ്പെടുകയാണ്. ഇതിന്റെ ഒരു വശമാണിത്. കണ്ടുകൊണ്ട് നിൽക്കുന്ന മുഅ്മിനീങ്ങൾ വിളിച്ചു പറയുകയാണ്, അത് റസൂലുള്ളാഹിയുടെ ചുണ്ടാണ്. ആ ചുണ്ട് മുറിക്കല്ലേ. യസീദിന്റെ കിങ്കരന്മാര് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണ്ട് മുറിച്ചു മാറ്റുമ്പോൾ, ആ തല മുറിച്ചു മാറ്റുമ്പോൾ, ആ നെറ്റി വികൃതമാക്കുമ്പോൾ മുഅ്മിനീങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടാണ് ആ ചുണ്ട് മുറിക്കല്ലേ. റസൂലുള്ളാഹിന്റെ മൂക്കാണ് ആ മൂക്ക് വികൃതമാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനെറ്റിത്തടമാണ് ആ നെറ്റിത്തടം. അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപം അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചുമക്കളിൽ ഏറ്റവും വ്യക്തമായി കിട്ടിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മുഖവും മൂക്കും നെറ്റിയും വികൃതമാക്കുമ്പോൾ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, പ്രിയപ്പെട്ട അനുയായികൾ, മുഅ്മിനീങ്ങൾ, ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, ഹുസൈന്റെ മുഖം വികൃതമാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇഞ്ചിഞ്ചായി വെട്ടിമുറിക്കപ്പെട്ടുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പീഡനം സഹിച്ചുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുസൈൻ വിജയത്തിലായിരുന്നു. ഹുസൈന് പിന്നീട് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല, പിന്നീട് ഒരിക്കലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നില്ല. സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളായ യുവാക്കന്മാരുടെ നേതാവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജയത്തിന്റെ അത് ഭൗതികമായ അർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത് കിട്ടിയ ദിവസമാണ് മുഹറം 10. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത് ലഭിച്ച ദിവസമാണ് മുഹറം 10. ഹുസൈന്റെ ശത്രുക്കൾ പരാജയപ്പെട്ട, എന്നേക്കുമായി തകർക്കപ്പെട്ട, എന്നേക്കുമായി ഹുസൈന്റെ ശത്രുക്കൾ നഷ്ടപാളികളായ ദിവസമാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരു കൂടിയായ അസ്മഈ പറയുന്നു, ഞാൻ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരിക്കൽ കഅബാലയത്തിന് ചുറ്റും ഞാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞാൻ രക്ഷപ്പെടുകയില്ലല്ലോ പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ നഷ്ടത്തിലാണല്ലോ തമ്പുരാനെ, അല്ലാഹുവേ, ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുക റബ്ബേ, അല്ലാഹുവേ, ഞാൻ നിരാശയിലാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ വീടാണ് പരിശുദ്ധ കഅബാലയം എന്ന ഹദീസ് ഓർത്തുകൊണ്ട് അസ്മഈ ചെന്നിട്ട് ആ മനുഷ്യനെ തട്ടി വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തായി പറയുന്നത്? ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും നിർഭയത്വം കൊടുക്കുന്ന വീടാണ് കഅബാലയം, ഇവിടെ വന്ന് ചോദിച്ചാൽ റബ്ബ് സ്വീകരിക്കുമെന്നാണ്. ആ കഅബാലയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്രയും നിരാശനാകാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ ഇത്രയും അപകടകരമായ രീതിയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനുള്ള കാര്യം എന്താണ്? മഹാനായ അസ്മഈയോട് ആ മനുഷ്യൻ പറയുന്നു, സഹോദരാ, ഇവിടെ വരുന്ന സർവ്വാളുകളും വിജയിച്ചവരാണ്, ഇവിടെ വന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ അവർ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ആ ഉറപ്പില്ല. കാരണം മഹാനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹുസൈനെ വധിച്ചു കളഞ്ഞ ധിക്കാരികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു ഞാനും. അന്ന് ഞാൻ അവരോടൊപ്പമായിരുന്നു, അന്ന് ഞാൻ അവരെ പിന്തുണച്ച ആളായിരുന്നു.
ആയിരുന്നു. ഞാൻ ആ പിന്തുണച്ചതിന് ശേഷം പിന്നീട് എപ്പോഴും എനിക്ക് മനോവേദനയാണ്. ഞാൻ അടുത്ത ദിവസം ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് എല്ലാ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഹുസൈൻ അനുകൂലമായി നിൽക്കുകയാണ് മഹ്ശറയിൽ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ. അള്ളാഹു തആല ചോദ്യം ചെയ്യാനെടുക്കുന്ന സമയത്ത് സർവ്വ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അതാ ഹുസൈൻ അനുകൂലമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ സന്ദർഭത്തിൽ ഒരു അശരീരി ഞാൻ കേൾക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായ ഹുസൈനെ കൊന്ന ആളുകൾ അവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്ന അശരീരി ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഇത് കേട്ട നിമിഷം മുതൽ എന്റെ ഹൃദയം പൊടിപൊടിയുകയാണ്. എന്റെ ഹൃദയത്തിന് സമാധാനമില്ല. ഞാൻ ഇനി എത്ര റബ്ബിനോട് തൗബ ചെയ്താലും എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് കിട്ടുമോ, എന്റെ റബ്ബിന്റെ തൃപ്തിയിൽ ഞാൻ പെടുമോ എന്ന ആശങ്കയിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടി കരയുന്നതായിട്ട് ഇമാം ഷാഫിയുടെ ഗുരു കൂടിയായ അസ്മാഇ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരും അതിന് കൂട്ടുനിന്നവരും മൊത്തം നഷ്ടപാളികളായപ്പോൾ ഹുസൈൻ അന്നത്തെ ദിവസം വിജയത്തിന്റെ ദിവസമായിരുന്നു. രക്തസാക്ഷിത്വം ആഗ്രഹിച്ച ആളാ ഹുസൈൻ, ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളാ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആഗ്രഹിച്ച രക്തസാക്ഷിത്വമാ അല്ലാഹു തആല കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ പൊന്നോമന മകനായ ഹുസൈനെ ഒരിക്കൽ മരണത്തോടടുത്ത സമയത്ത് അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ഫാത്തിമ പറഞ്ഞതാ, ഹുസൈനിൽ നിന്ന് ഞാൻ രക്തസാക്ഷിത്വത്തിന്റെ മണം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞതാ. ആ ഫാത്തിമയുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ തന്റെ വലിയുപ്പയായ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ ഉമ്മയായ ഫാത്തിമത്തു സഹ്റാന്റെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ ഉപ്പയായ അലിയുൻ കറമല്ലാഹു വജ്ഹുവിന്റെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, രക്തസാക്ഷിത്വത്തിന്റെ ഭാഗ്യം കിട്ടാൻ, ഇനി ഒരിക്കലും വെള്ളം ചോദിക്കേണ്ടി വരാത്ത, ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കേണ്ടി വരാത്ത, ഇനി ഒരിക്കലും ആഗ്രഹങ്ങളൊന്നും ദുനിയാവിൽ അവശേഷിപ്പിക്കേണ്ടി വരാത്ത അല്ലാഹു തആല ഏറ്റവും ഉത്തമമായ ഭാഗ്യമായ ഷഹാദത്ത് കൊടുത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അനുഗ്രഹിച്ച ദിവസമാണ് മുഹറം 10. ഒരു കർബലയുടെ ദുഃഖം നമുക്കുള്ളപ്പോഴും ഹുസൈൻ ആഗ്രഹിച്ച രക്തസാക്ഷിത്വം ഹുസൈന് കിട്ടിയതാ മക്കളെ. ഹുസൈൻ ആഗ്രഹിച്ച സ്വർഗത്തിലെ സയ്യിദ് ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ അഹ്ലുകാരുടെ യുവാക്കളുടെ പിതാവ്, യുവാക്കളുടെ നേതാവായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിയ മുഹറം 10 ഈ മുഹറം 10 രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷണങ്ങൾ ഈ സമുദായത്തിന് പുതിയതല്ല. ഈ സമുദായത്തിന്റെ നേതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഔലിയാക്കന്മാർക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതാ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരുടെ കൂട്ടത്തില് എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പരീക്ഷണം നേരിടേണ്ടി വന്നു. ഒന്നോർത്തു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹിയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ആരാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും എന്ത് സ്ഥാനമാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ ചവിട്ടി മെതിച്ച എത്രയോ കോടാനുകോടി മണൽത്തരികളുണ്ടല്ലോ. അള്ളാഹിന്റെ റസൂലിന്റെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യം കിട്ടിയ മദീനയിലെ മണൽത്തരികളിൽ നിന്ന് ഒരൊറ്റ മണൽത്തരി എടുത്തുകൊണ്ടുവന്ന് ആ മണൽത്തരി 1000 വർഷം അറബിക്കടലിൽ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ, അള്ളാഹിന്റെ റസൂലിന്റെ പാദം തൊട്ട മണൽത്തരിയാണ് വീണതെന്നതുകൊണ്ട് അറബിക്കടലിലെ ജലത്തിന് എന്തുമാത്രം മഹത്വം ഉണ്ടാകുമോ? ആ അറബിക്കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന് ആ വെള്ളം നമ്മുടെ കയ്യിൽ വെച്ചാൽ ആ വെള്ളത്തിന് എന്തുമാത്രം മഹത്വം ഉണ്ടാകുമോ? ആ മഹത്വത്തിന്റെ കോടിയിൽ ഒരു അംശം മഹത്വം അവകാശപ്പെടാൻ അബ്ദുൽ നാസർ മഅദനിക്ക് യോഗ്യതയുണ്ടോ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഭാരതീയനും കേരളീയനും യോഗ്യതയുണ്ടോ? ആ യോഗ്യതയില്ലാത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ കാൽച്ചുവട്ടിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട മണൽത്തരികളിൽ നിന്നൊരു മണൽത്തരി കോടാനുകോടി വർഷം
വെള്ളത്തിലിട്ട് വെച്ചാൽ ആ കടലിലെ ജലത്തിനുണ്ടാകുന്ന മഹത്വത്തിന്റെ 1 കോടിയിലൊരു അംശം പോലും മഹത്വം അവകാശപ്പെടാനില്ലാത്ത ഞാനും നിങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തേണ്ടത് എന്താ? ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹ് പ്രവാചകനോട് പറഞ്ഞ വാക്കാണ് മക്കളെ. നബിയെ അങ്ങ് പറയുക, ലൻ യുസീബനാ, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്കെന്ത് വിധിച്ചിട്ടുണ്ടോ അതല്ലാത്ത മറ്റൊന്നും നമുക്ക് വരില്ല. ഹുവ മൗലാനാ, അവനാണ് നമ്മുടെ യജമാനൻ, വേറെ ആരും നമുക്ക് യജമാനനായിട്ടില്ല. മൻമോഹൻ സിംഗ് യജമാനനല്ല, പി ചിദംബരം യജമാനനല്ല, കൊടിയേരി ബാലകൃഷ്ണൻ യജമാനനല്ല. യജമാനൻ ഹുവ മൗലാനാ, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കൊള്ളണം. വിഷമങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നെങ്കിൽ അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളും നിങ്ങളെ അപേക്ഷിക്കുമ്പോൾ എവിടാ റസൂലുള്ള ഉള്ളത്? എവിടാ റസൂലുള്ള ഉള്ളത്? കുന്തു കൻസം മഖ്ഫിയ ഫഅഹ്ബബ്തു അൻ ഉറഫ ഫഖലഖ്തുൽ ഖൽഖ. അല്ലാഹ് പറയാണ്, ഞാനൊരു മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ, അറിയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയപ്പെടണമെന്ന് അല്ലാഹുക്ക് ആശ തോന്നി, ഹുബ്ബ് തോന്നി. ഹുബ്ബ് ഹുബ്ബ് അല്ലാഹുക്ക് തോന്നി അറിയപ്പെടണമെന്ന്. അഹ്ബബ്തു ഫഖലഖ്തു, അപ്പോൾ ഞാൻ സൃഷ്ടിച്ചു. എന്തിനെ? അൽ ഖൽഖ, സൃഷ്ടികളെ അല്ല. അപ്പൊ ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നല്ല, ഞാൻ അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. അൽ ഖൽഖ്, ദ ഖൽഖ്. ആരാണ് അൽ ഖൽഖ്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ് പ്രകാശം. ഏത് പ്രകാശം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ജിബ്രീലേ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഒരുപാട് കാലം കൊണ്ട് ഞാൻ കാണുകയാണല്ലോ, എത്ര വയസ്സുണ്ട് ഇപ്പം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അറിയില്ല നബിയെ, എത്ര വയസ്സുണ്ടെന്ന് ഞാനത് എനിക്കറിയില്ല. ഒരു കാര്യം അറിയാം, അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു അത്ഭുതമുണ്ട്. ഞാൻ 75,000 വർഷത്തിലൊരിക്കൽ ഒരു പ്രകാശം അള്ളാഹുവിന്റെ അർശിനോട് ചേർന്നിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ആ പ്രകാശം ഞാൻ എൻ്റെ ജീവിതത്തിൽ 75,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ ഒരു അത്ഭുതം ഇങ്ങനെ കാണും, അർശിനോട് ചേർന്നിട്ടൊരു പ്രകാശം. അത് 75,000 വർഷത്തിലൊരിക്കലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് ഞാൻ 75,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതാ എനിക്ക് ഓർമ്മയുള്ളത്. ഇപ്പൊ ചോദിച്ചു, എന്റെ ഹബീബേ, ആ പ്രകാശം എന്താണെന്നറിയുമോ? യാ ഹബീബി ജിബ്രീൽ ഫദാക, ആ പ്രകാശം എന്റെ നൂറാണ്. അല്ലാഹു തആല സൃഷ്ടിച്ച എന്റെ പ്രകാശമാണ് നിങ്ങളാ കണ്ടത് ജിബ്രീലേ. മുഹമ്മദ് മുസ്തഫ ആ പ്രകാശം 75,000 വർഷത്തിലൊരിക്കൽ കാണുന്ന 75,000 വട്ടം കണ്ടിട്ടുള്ള ആ പ്രകാശം എന്റെ പ്രകാശമാണ്. അൽ ഖൽഖ്, റസൂലുള്ളാഹിന്റെ നൂർ. റസൂലുള്ളാഹിന്റെ നൂർ, നിന്റെ റസൂലിന്റെ റൂഹ് ഏതൊരു അള്ളാഹുവിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നിന്റെ റസൂലിന്റെ പ്രകാശമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നൂർ, ആ പ്രകാശം, അതായത് അഹ്മദിയ്യത്തിന്റെ നൂറ്, അഹ്മദിയ്യത്തിന്റെ പ്രഭാവം അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് അതാണ്. സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി അല്ലാഹ് അല്ലാത്ത ആദ്യം ഇവിടെ ഉണ്ടായത് എന്താ? അഹ്മദിയ്യത്തിന്റെ പ്രഭാവം. ഇത്
കോടാന് കോടാന് കോടാനി വർഷം ഈ അഹ്മദീയത്തിന്റെ പ്രഭാവം അങ്ങനെ നിലനിന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രകാശം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ പ്രകാശം പിന്നീട് അഹ്മദീയത്തിൽ നിന്ന് മുഹമ്മദീയത്തിലേക്കുള്ള ഉദയമായി. എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരന്മാരൊന്ന് മനസ്സിലാക്കണം, വിനയപൂർവ്വം പറയുകയാ. അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്. അഹ്മദീയത്തിന്റെ പ്രഭാവം യുഗയുഗാന്തരങ്ങൾ ആ പ്രഭാവം ഇങ്ങനെ അള്ളാഹുവിനെ അഹ്മദീയത്ത് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ ആ പ്രകാശം നിന്നിട്ട് അവിടുന്ന് പിന്നെ മുഹമ്മദീയത്തിലേക്കുള്ള ഉദയമുണ്ടല്ലോ, ആ ഉദയത്തെ പറ്റിയാണ് വൽ ഫജ്ർ വൽ ഫജ്ർ വൽ ഫജ്ർ വൽ ഫജ്ർ. ഉദയത്തെ തന്നെയാണ് സത്യം, ഉദയത്തെ തന്നെയാണ് സത്യം, ഉദയത്തെ തന്നെയാണ് സത്യം. അൽ ഫജ്ർ, ആ പ്രത്യേകമായ ഉദയത്തെ തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. അതാണ് എന്ന് പറയുന്ന ആരിഫീങ്ങളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്. എല്ലാ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചു വരുന്നതിനെ പറ്റി തന്നെ ആയിക്കൊള്ളണമെന്നില്ല പടച്ച തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആകാം, പക്ഷെ ഇങ്ങനെ ആകാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, ആത്മീയാചാര്യന്മാര്, ഗുരുവര്യന്മാരുണ്ട്. വലയാലിൻ അശ്ർ, ഇരുളിന്റെ 10 ഘടകങ്ങൾ, ഇരുളിന്റെ 10 ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിലൂടെ ഈ അഹ്മദീയത്തിന്റെ പ്രഭാവം മാറി 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 വന്നിട്ട് അത് പിന്നീട് മുഹമ്മദീയത്തായി മാറിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രകാശം, അതായത് ബഹറുൽ ഹൂ എന്ന് പറയുന്ന അവസ്ഥ, ബഹറുൽ ഹൂ എന്ന് പറയുന്ന അവസ്ഥ. ഇന്നൊക്കെ റാത്തീബ് ചെല്ലുന്ന ആളുകൾ ഹാ ഹൂ ഹി ഹയ്യുൻ എന്ന് പറയുമ്പോൾ എന്ത് വട്ടാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചവരോട്, അങ്ങനെ ചോദിക്കുന്നവരോട് ഹൂ എന്ന അള്ളാഹുവിന്റെ ബഹറുൽ ഹൂ എന്ന് പറയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തിന്റെ അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയെ പറ്റി അറിഞ്ഞിട്ടുള്ള ആത്മജ്ഞാനത്തിന്റെ അകക്കാമ്പുകൾ കണ്ട മഹാരഥന്മാരായ ആരിഫീങ്ങൾ പറയുന്നു, ആ ബഹറുൽ ഹൂ എന്ന അവസ്ഥയിൽ നിന്ന് അഹ്മദീയത്തിന്റെ പ്രഭാവത്തിലേക്ക് മാറിയിട്ട് യുഗയുഗാന്തരങ്ങൾക്ക് ശേഷം മുഹമ്മദീയത്തിന്റെ പ്രകാശത്തിലേക്ക് മാറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഘട്ടം ഘട്ടമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം അങ്ങ് പ്രസവിച്ച് അങ്ങ് വളർന്ന് 63 വർഷം ജീവിച്ച് എന്നിട്ട് അങ്ങ് മണ്ണിന്റെ അടിയിലേക്ക് പോയി, ഇങ്ങനെ വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 63 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് അയച്ചു തന്നതാണ്. 63 കൊല്ലത്തേക്ക് ഇങ്ങോട്ടൊന്ന് അയച്ചു തന്നതാണ്, തിരിച്ചങ്ങോട്ടെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ള വഫാത്തിന്റെ ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? എന്റെ ഖബറേ എന്നല്ല പറഞ്ഞത്, മഹ്ശറേ എന്നല്ല പറഞ്ഞത്, സ്വർഗമേ എന്നല്ല പറഞ്ഞത്, നരകമേ എന്നല്ല പറഞ്ഞത്. അള്ളാന്റെ റസൂൽ റഫീഖുൽ അഅ്ലാ, റഫീഖുൽ അഅ്ലാ, റഫീഖുൽ അഅ്ലാ, പരമോന്നതനായ സഹചാരിയേ, പരമോന്നതനായ കൂട്ടുകാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കലേക്ക്, ആ ഉന്നത്യത്തിലേക്ക് പോകുന്നതിനെ പറ്റിയാ റസൂലുള്ളാഹി സൂചിപ്പിച്ചത്. താഴോട്ട് പോകുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്, മുകളിലേക്ക് പോകുന്നതിനെ പറ്റിയാ പറഞ്ഞത്, മുകളിലേക്ക് പോകുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അബ്ദുൽ ഖുദ്ദൂസ് എന്ന വലിയ ചോദിച്ചില്ലേ, മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങ് പോയിട്ട് എങ്ങനെയാ യാ റസൂലല്ലാഹ് ഇങ്ങ് തിരിച്ചു വന്നത്? എങ്ങനെയാ അങ്ങക്ക് ഇങ്ങ് വരാൻ പറ്റിയത്? അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ പോയിട്ട് മഹാനായ വലിയായ അബ്ദുൽ ഖുദ്ദൂസ് അള്ളാഹുവിനോടുള്ള പ്രേമത്തിന്റെയും പ്രവാചക പ്രേമത്തിന്റെയും ലഹരിയിൽ നിന്നുകൊണ്ട് ചോദിക്കയാ, യാ റസൂലല്ലാഹ് എങ്ങനെയാണ് അങ്ങ് പോയിട്ട് ഇങ്ങ് തിരിച്ചു വരാൻ പറ്റിയത്? അങ്ങയുടെ റബ്ബിന്റെ അടുക്കലേക്ക് അങ്ങ് എത്തിയിട്ട് പിന്നെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റി യാ റസൂലല്ലാഹ്? ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ എന്റെ റബ്ബിന്റെ അടുക്കൽ പോയിട്ട് ഖുദ്സിന്റെ ജബറൂത്തിന്റെ വിശേഷണങ്ങൾ കണ്ടിട്ട്, അർശിന്റെ കുർസിന്റെ സൗന്ദര്യം കണ്ടിട്ട്, എന്റെ റബ്ബിന്റെ ജലാലിയത്തിന്റെ ജമാലിയത്തിന്റെ മുന്നിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു യാ റസൂലല്ലാഹ്. അങ്ങ് മിഅ്റാജിന്റെ രാത്രിയിൽ എങ്ങനെയാ പോയിട്ട് ഇങ്ങ് തിരിച്ചു വന്നത്? യാ ഹബീബല്ലാഹ് എനിക്കറിയാം, അങ്ങയുടെ പടച്ചോന്റെ അടുക്കന്ന് വരാൻ അങ്ങക്ക് മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ അങ്ങക്ക് കിട്ടിയ മിഅ്റാജിന്റെ അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ അതേ അല്ലാഹു തആല കണ്ട ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ.
ബുദ്ധിയുടെ കണ്ണുകൊണ്ടങ്ങ് കണ്ടു നബിയേ, ശരീരത്തിന്റെ കണ്ണുകൊണ്ടങ്ങ് കണ്ടു നബിയേ, ആത്മാവിന്റെ റൂഹിന്റെ കണ്ണുകൊണ്ടങ്ങ് കണ്ടു നബിയേ. കാണേണ്ട കാഴ്ചകൾ മൊത്തം അങ്ങ് അല്ലാഹുവിനെ കണ്ടിട്ട് അങ്ങയ്ക്ക് തിരിച്ചു വരാൻ മനസ്സില്ലായിരുന്നെന്ന് എനിക്കറിയാൻ നബിയേ. അങ്ങ് പിന്നെ തിരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാ. അങ്ങയുടെ ഉമ്മത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാ, അങ്ങയുടെ ഉമ്മത്തിനോടുള്ള പ്രേമം കൊണ്ടാ, അങ്ങയുടെ ഉമ്മത്തിന് അങ്ങയ്ക്ക് കിട്ടിയ മിഅ്റാജിന്റെ അംശം കൊണ്ട് കൊടുക്കണം, അങ്ങയുടെ ഉമ്മത്തിനെ കൊണ്ട് മിഅ്റാജ് നടത്തിക്കണം. അതുകൊണ്ടാണ് അങ്ങ് ആകാശത്തുനിന്ന് തിരിച്ചു വന്നത് നബിയേ. അതുകൊണ്ടാണ് അങ്ങ് നമസ്കാരം കൊണ്ട് കൊടുത്തിട്ട് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീ, എനിക്ക് കിട്ടിയ മിഅ്റാജിന്റെ അംശം എന്റെ ഉമ്മത്തെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, നമസ്കാരമാകുന്ന മിഅ്റാജ് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് തന്നിട്ട് പോയത് അതിനു വേണ്ടിയാ നബിയേ. അങ്ങ് വീണ്ടും അങ്ങയ്ക്ക് അവസരം കിട്ടിയപ്പോൾ അങ്ങയുടെ റഫീഖുൽ അഅ്ലായുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് നബിയേ. ആത്മജ്ഞാനത്തിന്റെ അകക്കാമ്പ് കണ്ട ഔലിയാക്കന്മാര് പറയുന്ന ഈ കാര്യം വെറുതെയല്ല മക്കളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൗതിക ശരീരം റൗളാ ശരീഫിലുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് റഫീഖുൽ അഅ്ലയുടെ അടുത്ത് സുരക്ഷിതമായി സന്തോഷത്തോടെ കഴിയുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഇങ്ങനെ വേറെ എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും ഉത്തമനായ സൃഷ്ടി, സർവ സൃഷ്ടിക്കും കാരണക്കാരനായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ. ആദം നബി അലൈഹിസ്സലാമിനോട് ഹവ്വായെ കല്യാണം കഴിക്കാൻ നേരത്തെ എന്താ മഹർ കൊടുക്കാൻ പറഞ്ഞേ? നിന്റെ ഉമ്മത്തികളിൽ നിന്റെ പരമ്പരയിൽ അവസാനമായി വരുന്ന പ്രവാചകൻ മുഹമ്മദിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാനാ പറഞ്ഞത്. സ്വലാത്ത് മഹർ കൊടുത്തിട്ടാ കല്യാണം കഴിച്ച്. മൂസാ നബി അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രവാചകനെ സ്മരിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അള്ളാഹ് സൃഷ്ടിച്ച മുഹമ്മദ് മുസ്തഫ. അങ്ങ് സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അനന്തവിശാലമായ വിഹായസും അതിലുള്ള ഗോളങ്ങളും ഒന്നും സൃഷ്ടിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. തീരുന്നോ സഹോദരന്മാരെ? എല്ലാ നബിമാരും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആദ്യത്തെ ഖിബലയായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ പ്രവാചകന്റെ ഹൃദയത്തിൽ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ചിന്തിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, നബിയേ അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബലയിലേക്ക് അങ്ങയെ നാം തിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തി മുഴുവൻ നബിമാരും ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടുന്നത് ഇഷ്ടപ്പെട്ടു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ വലുതായിട്ട് വേറെ എന്താ മക്കളെ ഉള്ളത്? വിശുദ്ധ ഖുർആനിൽ ആദം നബി അല്ലാഹു വിളിച്ചു യാ ആദം, ഇബ്രാഹിം നബിയെ വിളിച്ചു അയ്യാ ഇബ്രാഹിം, മൂസാ നബിയെ വിളിച്ചു യാ മൂസ, നൂഹ് നബിയെ വിളിച്ചു യാ നൂഹ്, ഇങ്ങനെ ഈസാ നബിയെ വിളിച്ചു യാ ഈസ. പക്ഷേ ഏതൊരു പ്രവാചകന്റെ പേരിലാണോ ഖുർആൻ ഇറക്കി കൊടുത്തത്, ആ മഹാനായ പ്രവാചകനെ അല്ലാഹു തആല ഒരിക്കലും പേരിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കേണ്ടി വന്നപ്പോൾ അങ്ങേറ്റം ബഹുമാനത്തോടെ അവിടുത്തെയുടെ പേരൊരിക്കലും ഉച്ചരിക്കാതെ യാ അയ്യുഹൽ മുസമ്മിൽ, മൂടിപ്പുതച്ചു കിടക്കുന്ന നബിയേ, യാ അയ്യുഹൽ മുദ്ദഫിർ, യാ അയ്യുഹർ റസൂൽ, ഒരിക്കലും യാ മുഹമ്മദ് എന്ന് ഖുർആന്റെ 6666 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. ഈ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ മലഞ്ചരിവിൽ വെച്ച് ഏറുകൊണ്ട് അവിടുത്തെയുടെ ശരീരത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടാണോ? ഈ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം പച്ചവെള്ളവും പച്ചലയും കഴിച്ചുകൊണ്ട് ശഅബ് അബീ താലിബിൽ സാമൂഹ്യ ബഹിഷ്കരണത്തിനും സാമ്പത്തിക ഉപരോധത്തിനും വിധേയനായി
ഒരു തുള്ളി ഭക്ഷണം, ഒരു നുള്ളു ഭക്ഷണം കിട്ടാതെ ഇലയും വെള്ളവും കഴിച്ച് കഴിയേണ്ടി വന്ന് അവസാനം അല്ലാഹുവിന്റെ ഹബീബ് തന്റെ നാവ് പച്ചലയും പച്ചവെള്ളവും കഴിച്ച് മരവിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വ്യത്യസ്തമായ ഒരു ഭക്ഷണം, ഒരു ചേഞ്ച് ആഗ്രഹിച്ചപ്പോൾ ഒരു വഴിയുമില്ലാതെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തോലിന്റെ ബക്കറ്റ് പീസ് പീസായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുതിർത്ത വെള്ളം തിളപ്പിച്ച് കുടിച്ച് തോലിന്റെ മണമുള്ള വെള്ളം കുടിച്ച് ഒരു രുചിക്ക് വേണ്ടി തന്റെ നാവിനൊരു മാറ്റത്തിന് വേണ്ടി മരവിച്ചു പോയ നാവിനൊരു രുചി മാറി കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോലിന്റെ ബക്കറ്റ് മുറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ ശഅബ് അബീ താലിബിൽ മഹാനായ പ്രവാചകൻ അതികഠിനമായ വിരഹവും വേദനയും അനുഭവിച്ചെങ്കിൽ അവിടുന്ന് തിരിച്ചിറങ്ങി വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ വലങ്കയ്യായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടെങ്കിൽ അല്പം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ മരണപ്പെട്ടെങ്കിൽ ഈ ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകന്റെ തലയിൽ ചെളിവാരി ശത്രുക്കൾ നിറയ്ക്കുകയും അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തത് അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ടി വന്നെങ്കിൽ ഒരല്പം രക്ഷ കിട്ടും, സമാധാനം കിട്ടും, പിന്തുണ കിട്ടുമെന്ന് കരുതി മഹാനായ പ്രവാചകൻ ത്വായിഫിലേക്ക് പോയിട്ട് ആ ത്വായിഫിൽ വെച്ച് പ്രവാചകൻ ആട്ടിപ്പായിക്കപ്പെട്ടെങ്കിൽ, ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടെങ്കിൽ, കല്ലെറിഞ്ഞ് ശരീരത്തിൽ നിന്ന് രക്തം വീഴുന്നെങ്കിൽ അല്ലാഹു തആല പ്രവാചകനെ സംരക്ഷിക്കാത്തത് കൊണ്ടല്ല, അല്ലാഹു പ്രവാചകനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, അല്ലാഹു പ്രവാചകനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ കാവൽ പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലാഹു പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് പ്രവാചകൻ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമ സൃഷ്ടിയാണ് പ്രവാചകൻ. അല്ലാഹു തആല ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്ഥലം കഅബാലയമല്ല, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള റൗള ശരീഫാണ്. അല്ലാഹു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. നമസ്കരിക്കുന്നവരോട് നിങ്ങൾ നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ല. നോമ്പ് പിടിക്കുന്നവരോട് ഞാൻ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ നോമ്പ് പിടിക്കുക എന്ന് അല്ലാഹു പറഞ്ഞില്ല. സക്കാത്ത് കൊടുക്കേണ്ടവരോട് ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന അല്ലാഹു പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യുന്നവരോട് ഞാൻ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്ന അല്ലാഹു പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, അല്ലാഹുവും അവന്റെ മലക്കുകളും അവന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെയും നിങ്ങളെയും ലോകത്തെ കോടാനുകോടി മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുന്നു, ഏ വിശ്വാസികളെ, ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുന്നു. അതുകൊണ്ട് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല്, സലാം ചൊല്ലെന്ന് അല്ലാഹു പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പരീക്ഷണം കൊടുത്തുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കോടിയിൽ ഒരംശം പോലും മഹത്വം അവകാശപ്പെടാനില്ലാത്ത എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല പരീക്ഷണം തന്നാൽ ആ പരീക്ഷണത്തിന്റെ പേരിൽ അല്ലാഹയെ വെറുക്കാൻ നമുക്ക് പറ്റുമോ മക്കളെ? അല്ലാഹു എന്തുകൊണ്ടാ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുമോ മക്കളെ? അല്ലാഹു എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ സംശയിക്കാൻ പാടുണ്ടോ മക്കളെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്ന പരീക്ഷണം അത് സ്വീകരിക്കാൻ കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ എന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉറക്ക നെഞ്ചോടടിപ്പിച്ചുകൊണ്ട് വഅലല്ലാഹി ഫല്ലതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ. ഇതെപ്പോഴാ? ജയിലിലടയ്ക്കപ്പെടുമ്പോൾ മാത്രമാണോ? കള്ളക്കേസിൽ കൊടുക്കപ്പെടുമ്പോൾ മാത്രമാണോ? പീഡിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണോ? കഷ്ടപ്പെടുത്തപ്പെടുമ്പോൾ മാത്രമാണോ? അല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോഴും, സാമ്പത്തിക പ്രയാസം നേരിടേണ്ടി വരുമ്പോഴും, വീട്ടിൽ ഭാര്യയും മക്കളും രോഗത്തിനടിമപ്പെടുമ്പോഴും, താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ കുഞ്ഞു മരിച്ചു പോകുമ്പോഴും, താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴും, തനിക്ക് എന്തെല്ലാം കോട്ടങ്ങളും വിഷമങ്ങളും വന്നാലും, ഏത് രോഗങ്ങളും പ്രയാസങ്ങളും വന്നാലും, എന്ത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. അബ്ദുൽ നാസർ മഅദനി അല്ലാഹു പരീക്ഷിക്കുന്നത് ജയിൽ കാണിച്ചുകൊണ്ടായിരിക്കും. അബ്ദുൽ നാസർ മഅദനിയുടെ ഭാര്യ അല്ലാഹു പരീക്ഷിക്കുന്നത് കള്ളക്കേസും ജയിലും കാണിച്ചുകൊണ്ടായിരിക്കും. മാളയിലെ ഒരു സഹോദരനെ അല്ലാഹു പരീക്ഷിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നുകൊണ്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? പലിശക്കെടുക്കലോ. പടച്ചോൻ ബുദ്ധിമുട്ട് വന്ന് വേറെന്താ വഴി? പലിശക്കെടുക്കന്നെ.
പടച്ചോൻ ഹറാമാക്കി, പക്ഷെ പടച്ചോൻ തന്നെയല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, പടച്ചോനല്ലേ എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി തരുന്നത്, അതുകൊണ്ട് ഞാൻ പോയി പലിശയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവന് അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല, അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല. കാരണം എന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അൽആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ പലിശ തിന്നരുത്, നിങ്ങൾ പലിശ തിന്നരുത്, നിങ്ങൾ പലിശയോട് അടുക്കരുത്, നിങ്ങൾ തെറ്റായ പണം തിന്നരുത്. ആകലുർ റിബാ വമുക്ലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു. ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ വരുമ്പോൾ 3 തലത്തിലാ, 3 രീതിയിലാ. ഒരു കൂട്ടർ പരീക്ഷണം വരുമ്പോ അല്ലാഹുവേ ഇതിന് നീ എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. കഠിനമായ വിഷമങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോഴേ പടച്ചോനെ ഈ പരീക്ഷണത്തിന് നീ എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരുണ്ടാകും. നിങ്ങൾ വിചാരിക്കും അങ്ങനെ പറയുന്നവരുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇന്നുണ്ടോ? ഇന്നും ഉണ്ട്. ഞാൻ അനുഭവസ്ഥനാ, ഞാൻ അങ്ങനല്ല, എനിക്ക് അത്രയൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല, ഉള്ള കാര്യം പറയാ. അത്രയൊന്നും ആകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അത്രയൊന്നും പടച്ചോൻ ഉയർത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ട്. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നോട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് പലിശ. അതുകൊണ്ട് തന്നെ പലിശയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ച് പൊട്ടിക്കരയാറുണ്ട്. ഉസ്താദേ പലിശയിൽ ആണ്ടുപൂണ്ട് കിടക്കുകയാ, രക്ഷപ്പെടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസംഗം കേട്ടിട്ട് 2ഉം 3ഉം സ്ഥാപനങ്ങളുള്ളവർ 1ഉം 2ഉം സ്ഥാപനങ്ങൾ വിറ്റിട്ട് പലിശ ഇടപാടുകൾ മൊത്തം തീർത്തിട്ട് പലിശ ഒന്നുമില്ലാതെ വളരെ ഹൈറായ നിലയിൽ പരിശുദ്ധ ഹജ്ജും ചെയ്ത് തിരിച്ചു വന്ന് പലിശയുമായി ഒരു നിലയിലും ബന്ധപ്പെടാതെ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എനിക്കറിയാം, അങ്ങനെയുള്ളവരുമുണ്ട്. അവരും എന്നോട് ബന്ധപ്പെടാറുണ്ട്. പലരും എന്നെ വിളിച്ചിട്ട്, ഒരിക്കൽ വർക്കലയിലുള്ള ഒരു സഹോദരൻ എന്റെ CD കേട്ടിട്ട് രാത്രിയിൽ അർദ്ധരാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ഒരു 10-30 കോടി ഇന്ത്യൻ രൂപയുടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെ ഒരു നയാ പൈസ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല. لك دائما تجي دائما ارحمني يا شيخ ارحمني. انا بطل هنجر ستيشن اول مره എന്ന് പറഞ്ഞ സഹോദരങ്ങളുമുണ്ട്, അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന സഹോദരൻ, കോഴിക്കോടുകാരനായ സഹോദരൻ, ഇന്നും ജീവിച്ചിരിക്കുന്ന, ഈ നിമിഷവും ജീവിച്ചിരിക്കുന്ന സഹോദരൻ, ഒരു നയാ പൈസയുടെ പലിശ ഇടപാടുമായി ബന്ധപ്പെടാതെ കച്ചവടം നടത്തുന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ ഞാൻ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്, ഈ തലത്തിൽപ്പെട്ടതാണ്. എങ്ങനെ എനിക്കറിയാം? 2 കാര്യം കൊണ്ടറിയാം. ജയിലിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്നെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അന്നുൾപ്പെടെ എന്റെ നിരവധി വേദികളിൽ, വേറെ നിരവധി വേദികളിൽ, നിരവധി ദിക്ർ ഹൽഖകളിൽ, നിരവധി മജ്ലിസുകളിലൊക്കെ ലക്ഷങ്ങളും ആയിരങ്ങളും 10,000ങ്ങളും സംഭാവന കൊടുത്തുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. അൻവാർ ശേരി ഉണ്ടായ കാലം മുതൽ അവിടുത്തെ കുട്ടികൾക്ക് വിശുദ്ധ റമളാൻ മാസത്തിൽ പെരുന്നാളിന് ആവശ്യമായ ഡ്രസ്സ് കൊടുക്കുന്നത് ആ സഹോദരനാണ്, ഈ വർഷം ഉൾപ്പെടെ. അങ്ങനെ ചെയ്യുന്ന ആ സഹോദരൻ ഇഷ്ടം പോലെ സംഭാവനകളൊക്കെ കൊടുക്കുമ്പോൾ പറയും, എല്ലായിടത്തും എനിക്കിപ്പോൾ ഉള്ളത് 2 പെൺമക്കളാണ്, ഒരാൺകുട്ടി ഉണ്ടാകാൻ ദുആ ചെയ്യണം. ആൺകുട്ടി ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത് മകനുണ്ടായി എനിക്കൊരു അനന്തരാവകാശം ഉണ്ടാകാനുള്ള ആഗ്രഹം കൊണ്ടല്ല. അവനെ പഠിപ്പിച്ച് നാഫിയായ ഇൽമു പഠിപ്പിച്ചൊരു നല്ല ആലിമും ദീനിന്റെ ഖാദിമുമാക്കി എനിക്ക് മയ്യത്ത് നിസ്കരിക്കുന്ന പൊന്നുമോനാക്കി മാറ്റണം. അതിനെനിക്കൊരു മോൻ വേണം, അതിനുവേണ്ടി നിങ്ങൾ ദുആ ഇറക്കണമെന്ന് ഒരുപാട് സദസ്സുകളിൽ പറയാറുണ്ട്. എത്രയോ ഉസ്താദുമാരുടെ, ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ സദസ്സുകളിൽ അയാൾ സംഭാവന കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വിനീതനായ എനിക്കും എന്റെ സദസ്സിലും സംഭാവന തന്ന് ദുആ ചെയ്യിച്ചിട്ടുണ്ട്. അൻവാർ ശരി സംഭാവന എന്ന് ദുആ ചെയ്യിച്ചിട്ടുണ്ട്. ആ സഹോദരൻ, ഞാൻ ജയിലിൽ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടി ജനിച്ചപ്പോൾ തന്നെ 2 കൈയും 2 ഭാഗത്തേക്ക് ഇങ്ങനെ മാറി, 2 കാലും തളർന്ന അവസ്ഥയിൽ 2 കാലുകളും ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കാനും ഇരിക്കാനും ഒന്നും എത്ര വയസ്സായാലും കഴിയാത്തവണ്ണമുള്ള ശാരീരിക സ്ഥിതിയോടുകൂടിയാണ് ജനിച്ചത്. ഈ സഹോദരൻ ഇങ്ങനൊരു കുട്ടി ജനിച്ചു എന്ന് ജയിലിൽ എന്നെ കാണാൻ വരുന്ന എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. കുറേ ദിവസം കഴിഞ്ഞ് ആ സഹോദരൻ ജയിലിൽ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞു ഭാര്യ പ്രസവിച്ചു എന്നും കുട്ടി ഇങ്ങനൊരവസ്ഥയിലാണെന്നും വല്ലാത്ത വിഷമം തോന്നി എനിക്കെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു വിഷമവും തോന്നിയില്ല ഉസ്താദേ.
അല്ലാഹു തആല അങ്ങനെ ഒരു പരീക്ഷണത്തിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ. അൽഹംദുലില്ലാഹ്. ഞാൻ ഒരുപാട് പൈസ ഒരുപാട് സദസ്സിൽ കൊടുത്ത് ദുആ ചെയ്യിച്ചു, ഒരുപാട് പള്ളികൾക്കും മദ്രസകൾക്കും സഹായം കൊടുത്ത് ദുആ ചെയ്യിച്ച് എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവാൻ. പക്ഷെ അള്ളാഹ് തന്നപ്പോൾ അവനറിയാതല്ല എൻ്റെ കുട്ടി ഇങ്ങനായത്, അവനറിഞ്ഞിട്ടാണ്. എനിക്ക് അള്ളാഹു തന്ന് ഇങ്ങനെ പരീക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഈ പരീക്ഷണത്തിന് എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്, ഞാനതിൽ സംതൃപ്തനാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ജയിലിൽ വന്നപ്പോൾ എന്നോടൊരു വിവരം പറഞ്ഞു. എന്താ അറിയോ? നമ്മുടെ ആ സഹോദരൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്ലഡ് ക്യാൻസറായിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ ക്യാൻസർ സെൻ്ററിലാണുള്ളത്. അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഭാര്യ ബ്ലഡ് ക്യാൻസറായിട്ട് 30 വയസ്സോ 31 വയസ്സോ ഉള്ളപ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആ സഹോദരി, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആ സഹോദരൻ്റെ ഭാര്യ ബ്ലഡ് ക്യാൻസറായിട്ട് തിരുവനന്തപുരത്ത് ആശുപത്രിയിലായിട്ട് സാധാരണ ചെറിയ വിവരങ്ങൾക്ക് വരെ എൻ്റെ വീട്ടിൽ ഫോൺ ചെയ്തു പറയുന്ന സഹോദരൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം രാവിലെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ബ്ലഡ് വേണം, തിരുവനന്തപുരത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറയുമോ ബ്ലഡ് തരാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു. എന്തേ ഇതുവരെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ഒരു പരീക്ഷണം തന്നു, ഞാനത് എന്തിനാ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാനത് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. റബ്ബ് തന്ന ഒരു പരീക്ഷണമല്ലേ, അതുകൊണ്ട് ഞാനത് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. പരീക്ഷണം മുത്താണ്, നിധിയാണെന്ന് ഹദീസുണ്ടല്ലോ, അതുകൊണ്ട് ഞാനതൊരു നിധി പോലെ സൂക്ഷിക്കുകയായിരുന്നു, ആരോടും പറഞ്ഞില്ല. അവസാനം ബ്ലഡ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള അൻവാർ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹാഷിം എന്ന സഹോദരൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ചെറുപ്പക്കാർ പോയി ബ്ലഡ് കൊടുത്തു. എന്നിട്ട് ആ സഹോദരിക്ക് അവസാനം അസുഖം മൂർച്ഛിച്ചു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അന്നത്തെ ഏകദേശം 8 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. പക്ഷേ ആ സഹോദരി ആ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലും വിജയിച്ചില്ല. മരണത്തെപ്പറ്റി എന്നോട് ആ സഹോദരൻ പറയുന്നു, ഞാൻ ആ സ്ത്രീ മരിച്ച വിവരമറിഞ്ഞ് പിന്നീട് ഞാൻ ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കണ്ണീരോടെ പറഞ്ഞപ്പോൾ അയാൾക്കും വേദനയും വിഷമവും ഉണ്ടെങ്കിലും അയാൾ പറയുന്നു, ഉസ്താദേ അൽഹംദുലില്ലാഹ്, ഈ പരീക്ഷണത്തിന് അള്ളാഹു എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ. 31 വയസ്സായപ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചതാ. എൻ്റെ ഭാര്യയും ഞാനും എത്രയോ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ ധർമ്മം ചെയ്തതാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതാ. പക്ഷേ അല്ലാഹു തആല പരീക്ഷണത്തിൽ എന്നെ തന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ഭാര്യ മരിച്ചതിൽ, എൻ്റെ ഭാര്യ വേർപെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് ഉസ്താദേ. തിരുവനന്തപുരം വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലിട്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ICUവിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ട്, ബോധമുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും ജീവിതമേ അള്ളാഹു നമുക്ക് വിധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ റൂഹ്, നിന്റെ റൂഹ് വേർപെടാൻ പോകുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് നീ ഉറക്കെ കലിമ ചൊല്ലിക്കോ, എന്നിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് പോരുമ്പോൾ എൻ്റെ ഭാര്യ ഉറക്കെ കലിമ ചൊല്ലുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ICUവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്നിട്ട് ഞാൻ ICUവിൻ്റെ മുമ്പിൽ തന്നെ കയ്യിലിരുന്ന മുസല്ല വിരിച്ചിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു ഉസ്താദേ. എന്നിട്ട് റബ്ബിനോട് ഞാൻ പൊട്ടിക്കറിഞ്ഞു ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ ഭാര്യയ്ക്ക് നീ ആയുസ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഇനി എൻ്റെ ഭാര്യയെ വേദനയും വിഷമവും സഹിപ്പിക്കാതെ നീ വേഗം മരിപ്പിക്കണമല്ല. അതല്ല, നീ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് നീ സമാധാനം കൊടുക്കണം റബ്ബേ എന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞു ദുആ ചെയ്തു. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം ഞാൻ ICUവിൽ നിന്ന് പുറത്ത് കേൾക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേൾക്കുന്നു. ഞാൻ ചാടി എണീറ്റപ്പോൾ അവിടെ നിന്ന് നേഴ്സ് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറയുന്നു, അല്ലാഹു തആല ഈ പരീക്ഷണത്തിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ ഉസ്താദേ. എനിക്ക് എൻ്റെ ഭാര്യ മരിച്ചതിൽ വേദനയുണ്ടെങ്കിലും എത്ര വേദനയെന്നറിയോ? ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷമുള്ള വിശുദ്ധ റമളാനിൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ആശുപത്രി ചികിത്സയിൽ നിന്ന് തിരിച്ചു പുറത്തു വരേണ്ടി വന്ന, ആശുപത്രി ചികിത്സ മതിയാക്കാതെ ഞാൻ വന്ന കോഴിക്കോട് മുക്കത്ത് ഹൈലൈഫ് ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞതിൻ്റെ
അങ്ങേ വിശുദ്ധ റമളാനില്, ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ ആദ്യത്തെ റമളാനില്, ഞാൻ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഞാൻ UAE സന്ദർശിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഞാൻ ആ സഹോദരന്റെ വീട്ടിൽ ആ നോമ്പ് തുറക്കാൻ പോയത്. മഗ്‌രിബിന് മുമ്പ് ആ ഖബറിന്റെ അടുക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ പൊന്നുമോന്റെ നേരത്തെ ഞാൻ പറഞ്ഞ കയ്യും കാലും ഇങ്ങനെയായ ആ മകൻ പതുക്കെ പതുക്കെ നടക്കാവുന്ന അവസ്ഥയിൽ അല്ലാഹു തആല അവന്റെ രോഗം മാറ്റിക്കൊടുത്തു. ആ മനുഷ്യന്റെ ഈമാന്റെ ശക്തി കൊണ്ട് ആ കുഞ്ഞുമായിട്ട് എന്നെക്കാളി മുമ്പേ ഞാൻ വണ്ടിയിലിരുന്ന് വീൽ ചെയറിൽ എന്നെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഓടി ഖബറിന്റെ അടുക്കലേക്ക് പോവുകയാ. എത്രയാണ് ആ ഭാര്യയുമായിട്ടുള്ള ആത്മബന്ധം എന്നറിയോ? ആ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് പറയാണ്, ഡേ നീ കണ്ടോ ആരാ വന്നതെന്ന് നോക്ക്, മഅ്ദനി ഉസ്താദ് ദേ വന്നിരിക്കുന്നു നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാ. ദുആ ചെയ്യുമ്പോൾ പൊട്ടിക്കരഞ്ഞ ആമീൻ പറച്ച ആ സഹോദരൻ തിരിഞ്ഞു ഞാൻ വരുമ്പോൾ മോന്റെ അടുക്ക് പറയുന്നു, ഉമ്മാക്ക് സലാം പറ മോനെ, നാളെ വൈകിട്ട് വരാന്ന് പറ മോനെ. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും വട്ടാണെന്ന്. അല്ല, അത് സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ, പ്രേമത്തിന്റെ ലഹരിയാണ്. ആ ബന്ധത്തിന്റെ ഊഷ്മളതയാണ്, ആ വിശ്വാസത്തിന്റെ ശക്തിയാണ്, ആ തഖ്വയുടെ ഉഷ്ണമാണ്, ആ ഈമാന്റെ ചൂടാണ്, ആ കൽബുകൾ തമ്മിലുള്ള ബന്ധമാണ്. പറയാണ്, ഞാൻ നാളെ വരാന്ന് പറമോനെ എന്ന് പറഞ്ഞിട്ടാണ് സലാം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. അത്രത്തോളം ആ ഖബറിൽ കിടക്കുന്ന ആളുമായി ബന്ധമുള്ള ആ സഹോദരൻ പറയുന്നു, അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണമാണ്, എന്നെ തന്നെ അള്ളാഹു അതിന് തിരഞ്ഞെടുത്തല്ലോ. ഇതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, രണ്ടാമത് പരീക്ഷണം. രണ്ടാമത്തെ തലം ഏതാണെന്നറിയുമോ? ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ അള്ളാഹു പരീക്ഷിക്കുന്നു, എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള സന്തോഷമില്ല. പക്ഷേ പടച്ചവൻ തന്നതാണല്ലോ, ഞാനിത് സഹിക്കുന്നു. റബ്ബ് തന്നത് സഹിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിതിൽ അക്ഷമനായിട്ട് കാര്യമില്ല, ഞാൻ ക്ഷമിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ക്ഷമിക്കുക തന്നെ. ഇത് ഈമാന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ആദ്യത്തെ പരീക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു എന്നെ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തല്ലോ അൽഹംദുലില്ലാ എന്ന് കരുതുന്നവന് നാളെ പരലോകത്ത് അല്ലാഹു തആല പരീക്ഷണം കാരണം പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ പരീക്ഷണക്കാരനുണ്ടല്ലോ, അള്ളാ തന്നു, ഞാൻ ക്ഷമിക്കുകയാണ്, വേറൊരു വഴിയില്ലല്ലോ, റബ്ബ് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, റബ്ബിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ പരീക്ഷണത്തെ കാണുന്നവൻ ആ പരീക്ഷണത്തെ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് കാരണമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പരീക്ഷണത്തിന്റെ മൂന്നാമത്തെ ഘട്ടമുണ്ട് മക്കളെ, അതിൽ പെട്ടുപോകല്ല മക്കളെ. അത് പറയാനാണ് ഞാനിത് പറയുന്നത്. എന്താണത്? എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ, എന്തിനാ എന്റെ പടച്ചോൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്നവനല്ലേ, ഞാൻ നോമ്പ് നോക്കുന്നവനല്ലേ, ഞാൻ പള്ളിക്ക് പണം കൊടുക്കുന്നവനല്ലേ, ഞാൻ മദ്രസയ്ക്ക് പണം കൊടുക്കുന്നവനല്ലേ, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനല്ലേ, എന്തിനാ എന്റെ റബ്ബ് ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ഓർത്ത് പരീക്ഷണത്തിൽ അസ്വസ്ഥനാവുകയും അതിൽ ക്ഷമയില്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നവൻ, എന്റെ കാര്യം ആകെ പ്രശ്നത്തിലാണടോ, എനിക്ക് പണമില്ല, വീട്ടിൽ പട്ടിണിയാണടോ, എന്റെ കച്ചവടം നഷ്ടമാണടോ എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, ഇവന് ആ പരീക്ഷണം അദാബാണ്. ദുനിയാവിലും അവന് നഷ്ടമാണ്, ആഖിറത്തിൽ അവൻ അള്ളാഹുവിന്റെ അദാബിന് കാരണമാകുന്നതാണ്. മുഹമ്മദ് മുസ്തഫ